നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ലോഗിൻ ആണ്. ഇതിൽ ഫസ്റ്റ് സൂപ്പർവൈസർ ആയാലും എന്യൂമറേറ്റർ ആയാലും ഫസ്റ്റ് ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ രജിസ്റ്റർ ആണ്. ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണം. രജിസ്ട്രേഷനിൽ ഫസ്റ്റ് യൂസർ ടൈപ്പ് ചോദിക്കുന്നുണ്ട്. യൂസർ ടൈപ്പില് ആദ്യം സൂപ്പർവൈസറിന്റെ ഒരു വാലിഡ് ഇമെയിൽ ID കൊടുക്കണം. ഡെമോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഫോൺ നമ്പർ, ഒരു ഫോൺ നമ്പർ. ഈ ഫോൺ നമ്പർ എന്ന് പറയുന്നത് യുണീക്ക് ആണ്. നമ്മൾ ഒരു രജിസ്ട്രേഷനിൽ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ വേറൊരു രജിസ്ട്രേഷനിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു പാസ്വേഡ് കൊടുക്കണം. പാസ്വേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, നമ്പർ വേണം, ഒരു ക്യാപിറ്റൽ ലെറ്റർ വേണം. അങ്ങനത്തെ കുറച്ച് കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മൾ സാധാരണ എല്ലാ പാസ്വേഡ് ഇതിലും കാണുന്ന കൺസ്ട്രെയിൻസ് തന്നെ. ഇനി ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റിലാണ് നമ്മുടെ ലോക്കൽ ബോഡി ഡീറ്റെയിൽസ് ചോദിക്കുന്നത്. ഫസ്റ്റ് LSG ടൈപ്പ് ഏതാന്ന് കൊടുക്കണം. നമ്മളിപ്പോ ഗ്രാമപഞ്ചായത്ത് ആണെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആണോ അല്ല വെബിലാണോ ചെയ്യേണ്ടത്? ഇല്ല, ഇത് മൊബൈൽ ആപ്ലിക്കേഷൻ ആണ്. ഞാൻ ഇതിൽ നിന്നൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇതേ സ്ക്രീൻസ് തന്നെയാണ് നമുക്ക് മൊബൈലിലും കിട്ടുന്നത്. ഓക്കെ. ഓക്കെ. ഗ്രാമപഞ്ചായത്തിനകത്ത് ഏത് ലോക്കൽ ബോഡിയാണെന്ന് നമ്മുടേത് എടപ്പറ്റ. അതിനകത്ത് ടെറിട്ടറി എന്ന് പറയുമ്പോൾ ഈ സൂപ്പർവൈസേഴ്സിന്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റിൽ എന്ന് പറയുമ്പോൾ ഈ 1 തൊട്ട് 5 വരെയുള്ള വാർഡ് ഒരു സൂപ്പർവൈസർ അങ്ങനെയായിരുന്നു. അതായിരുന്നു ഈ ഹൈഫൺ കൊടുത്തിരിക്കുന്നത്. 1 തൊട്ട് 5 എന്ന് പറഞ്ഞാൽ 1-1. ഇപ്പൊ ഇവിടത്തെ കേസ് എന്ന് പറയുമ്പോൾ ഓരോ വാർഡും ഓരോ സൂപ്പർവൈസറിനാണ്. അതുകൊണ്ടാണ് നമുക്ക് 1-1 എന്ന് തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സൂപ്പർവൈസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇതായിരിക്കും സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ സൂപ്പർവൈസറിന് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 2 എന്നുള്ള ഇതിലായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു യൂസർ നെയിം നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ യൂസർ നെയിം വെച്ചിട്ടായിരിക്കണം നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇതിപ്പോ ഞാനത് ആ പാർട്ടിലേക്ക് പോകുന്നില്ല. കാരണം ഞാൻ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ പേരിലേക്ക് ഒരു യൂസർ നെയിം വരും. അതുകൊണ്ട് ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂസർ നെയിം ആയിരിക്കും ഇപ്പൊ യൂസ് ചെയ്യുന്നത് ലോഗിൻ ചെയ്യാൻ. ഇപ്പൊ ഈ രജിസ്ട്രേഷൻ നമ്മൾ സൂപ്പർവൈസറിന് ചെയ്തതുപോലെ തന്നെ എന്യൂമറേറ്ററിനും ചെയ്യണം. ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിലും അതേ ഇത് തന്നെയാണ്. ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക, ലോക്കൽ ബോഡി നെയിം സെലക്ട് ചെയ്യുക. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏത് വാർഡാണെന്നാണ് എന്യൂമറേറ്റർ സെലക്ട് ചെയ്യേണ്ടത്. ഇപ്പൊ സെക്കൻഡ് വാർഡ് ആണെങ്കിൽ സെക്കൻഡ് വാർഡ് സെലക്ട് ചെയ്യണം. സബ്മിറ്റ് ചെയ്താൽ മതി. ഒരു ഡൗട്ടേ, നമ്മളിവിടെ സൂപ്പർവൈസർമാര് ഒരാള് 2 വാർഡ് ചെയ്യുമ്പോഴേ ആ സെയിം ഇമെയിൽ ID ഉപയോഗിക്കുന്നത് കുഴപ്പമില്ലല്ലോ? ഫോൺ നമ്പർ മാത്രമല്ല യുണീക്ക് ആവേണ്ടത്. ഫോൺ നമ്പർ യുണീക്ക് ആയിരിക്കണം. ഓക്കെ. ഇമെയിൽ ID കുഴപ്പമില്ല. ഒരു ഫോണിൽ 2 എണ്ണം, ഒന്ന് ലോഗ് ഔട്ട് ചെയ്ത് മറ്റത് ലോഗിൻ ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ യുണീക്ക് ആയിരിക്കണമെന്നേ ഉള്ളൂ ഫോൺ നമ്പർ. ഓക്കെ. ഇത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിലൊരു യൂസർ നെയിം കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇപ്പൊ ഞാൻ ഇതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി സാധാരണ യൂസ് ചെയ്യുന്ന ഒരു യൂസർ നെയിം യൂസ് ചെയ്ത് ഞാൻ ഇതിൽ ലോഗിൻ ചെയ്യാം. സൂപ്പർവൈസർ ആയിട്ട് ലോഗിൻ ചെയ്യാണ്. ജിന, യൂസർ നെയിം എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് പറയോ? യൂസർ നെയിം ഫസ്റ്റ് ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു 5 ഉണ്ടാവും. സൂപ്പർവൈസറിന്റെ യൂസർ നെയിം സ്ട്രക്ചർ ആണ് ഞാൻ പറയുന്നത്. അതിലെ ഫസ്റ്റ് 5 എന്ന് കാണിക്കുന്നത് ഡിസ്ട്രിക്ട് കോഡാണ്. ദെൻ വരുന്ന 3 ഡിജിറ്റ് കാണിക്കുന്നത് LSG ID ആണ്, ലോക്കൽ ബോഡി ID. ഇപ്പൊ എടപ്പറ്റയുടെ ആണെങ്കിൽ 28 ആണ്. അപ്പം 5028 എന്ന് വരും. പിന്നെ ഒരു അണ്ടർസ്കോർ. ഇപ്പൊ ഫസ്റ്റ് സൂപ്പർവൈസർ ആണെങ്കിൽ 1 എന്ന് വരും. അടുത്ത് നെക്സ്റ്റ് സൂപ്പർവൈസർ വരുമ്പോൾ 5028_2 എന്നായിരിക്കും വരുന്നത്. നമ്മുടെ എടപ്പറ്റയുടെ കേസിൽ അത് ഓരോ വാർഡിനെ നമുക്ക്
ഈ 1, 2 എന്നുള്ളത് ആ വാർഡുകളുമായിട്ട് തന്നെ അസോസിയേറ്റ് ചെയ്യാം. മുമ്പ് നമുക്ക് ഒരു വാർഡ് പല മൾട്ടിപ്പിൾ വാർഡ്സ് ഒരു സൂപ്പർവൈസറുടെ കീഴിൽ വന്നപ്പോൾ അത് അങ്ങനെ പറയാൻ പ്രയാസമായിരുന്നു. പക്ഷെ ഇതിപ്പോൾ ഒരു 1-to-1 മാച്ചാണ്, ഓരോ വാർഡിനും ഓരോ സൂപ്പർവൈസർ എന്നുള്ളത്. രജിസ്ട്രേഷൻ എല്ലാം അന്ന് 18-ാം തീയതി ചെയ്താൽ പോരെ? അത് കുഴപ്പമുണ്ടാവത്തില്ലല്ലോ? എന്തോ ചെയ്താൽ പോരെ? നമുക്ക് ഈ സൂപ്പർവൈസേഴ്സിന്റെ രജിസ്ട്രേഷൻ വേണമെങ്കിൽ നമുക്ക് ഇന്ന് ചെയ്യാം. ഞാനിപ്പോ സാറിന് ഇതിന്റെ APK അയച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് നമുക്ക് ചെയ്യാം. അന്ന് ടൈമിന്റെ ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇന്ന് വേണമെങ്കിൽ തീർത്തു വെക്കാവുന്നതായിരുന്നു. ഓക്കെ. ഇന്നത്തെ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് തീരുമാനിക്കാം സാർ. ഇത് സൂപ്പർവൈസറിന്റെ യൂസർ നെയിം ആയിരിക്കണം. ഫ്രണ്ടിൽ ഫസ്റ്റ് ഒരു S ഉണ്ടാവും, സൂപ്പർവൈസർ ആണെന്ന് കാണിക്കാൻ. ദെൻ വരുന്ന 5 എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് കോഡ്, പിന്നെ വരുന്ന 3 ഡിജിറ്റ് കാണിക്കുന്നത് LST ID, പിന്നെ ലാസ്റ്റ് 1 വരുന്നത് സൂപ്പർവൈസറിന്റെ ഫസ്റ്റ് സൂപ്പർവൈസർ, സെക്കൻഡ് സൂപ്പർവൈസർ, അങ്ങനെ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ എന്യൂമറേറ്റർ യൂസർ നെയിം ആണ്. അതിൽ ഫസ്റ്റ് ഡിസ്ട്രിക്ട് കോഡ്, ദെൻ വരുന്ന 3 ഇത് നമ്മുടെ LST ID, പിന്നെ വരുന്ന 3 വാർഡ് നമ്പർ, അത് കഴിഞ്ഞ് വരുന്ന 3 കാണിക്കുന്നത് ആ വാർഡിൽ എത്രാമത്തെ എന്യൂമറേറ്റർ. ഒരു വാർഡിൽ മാക്സിമം 10 എന്യൂമറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ ഇപ്പൊ ഫസ്റ്റ് എന്യൂമറേറ്റർ ആണെങ്കിൽ 1 എന്ന് വരും. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്യൂമറേറ്റർ രജിസ്റ്റർ ചെയ്യുമ്പോൾ 2 എന്ന് വരും. സെക്കൻഡ് വാർഡ് ആണെങ്കിൽ ഇവിടെ 2 എന്ന് വരും. ഇപ്പോ ഡിസ്ട്രിക്ട് കോഡ് 3 എണ്ണം LST ID, പിന്നെ വരുന്ന 3 എണ്ണം വാർഡ് നമ്പർ, പിന്നെ വരുന്ന 3 എണ്ണം ആ വാർഡിൽ എത്രാമത്തെ യൂസർ ആണെന്ന് കാണിക്കും. ഇതാണ് ആ സ്ട്രക്ചർ. ഓക്കെ, ഇനി നമ്മുടെ ആപ്പിലേക്ക് തിരിച്ചു പോയാൽ, ഞാനിപ്പോ സൂപ്പർവൈസർ ആയിട്ട് ലോഗിൻ ചെയ്തു. ഇത് സൂപ്പർവൈസറിന്റെ ഡാഷ്ബോർഡ് ആണ് ഈ കാണുന്നത്. ഞാൻ ലോഗിൻ ചെയ്ത ലോക്കൽ ബോഡിയിൽ 44 വാർഡ്സ് ഉണ്ടായിരുന്നു. അതൊരു മുനിസിപ്പാലിറ്റി അല്ലാണ് ഞാൻ ലോഗിൻ ചെയ്തത്, അതുകൊണ്ട് 44 വാർഡ്സ് ഉണ്ട്. അതില് ടോട്ടൽ ഇത്രയും സർവേസ് നടന്നിട്ടുണ്ട്, 333 നടന്നിട്ടുണ്ട്. അതിന്റെ ഒരു പെർസെന്റ് വൈസ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻസ്പെക്ടഡ് അപ്രൂവ്ഡ് ആൻഡ് സെൻഡ് ബാക്കിന്റെ ടോട്ടൽ സർവേയുടെ എത്ര ശതമാനം ഇൻസ്പെക്ടഡ് അപ്രൂവ്ഡ് ആൻഡ് സെൻഡ് ബാക്ക് നടന്നിട്ടുണ്ടെന്നാണ് ഈ സെക്കൻഡ് ഇത് കാണിക്കുന്നത്. അതുപോലെ ഈ സൂപ്പർവൈസറിന് ഇതിന്റെ അകത്ത് 4 ആക്ഷൻസ് പറയുന്നുണ്ട്. അതായത് പെൻഡിങ് ഫോർ ഡെയിലി റിവ്യൂ, അതായത് എന്യൂമറേറ്റേഴ്സ് സർവേ നടത്തി ആ സർവേന് സൂപ്പർവൈസേഴ്സിന് സബ്മിറ്റ് ചെയ്യും. അതാണ് ഇവിടെ കാണിച്ചിരുന്നത് ഡെയിലി പെൻഡിങ് ഫോർ ഡെയിലി റിവ്യൂ. ഇപ്പൊ എന്യൂമറേറ്റർ ലോഗിൻ ചെയ്തു ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഇവിടെ ആ കൗണ്ട് വരും. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റെസിഡൻഷ്യൽ, നോൺ റെസിഡൻഷ്യൽ. എന്യൂമറേറ്റേഴ്സ് നടത്തുന്ന സർവേസ് 2 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് റെസിഡൻഷ്യലും നോൺ റെസിഡൻഷ്യൽ, അതായത് ഗാർഹികവും ഗാർഹികേതരവും. ആ ഗാർഹികത്തിൽ തന്നെ പിന്നെയും 4 എണ്ണം ഉണ്ട്. അതായത് കുടുംബമായി താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, അതിഥി തൊഴിലാളികളുടെ ഡീറ്റെയിൽസ്, കുടുംബമല്ലാതെ ഒന്നിച്ച് താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസ്, അതായത് പേയിങ് ഗസ്റ്റ് പോലെയൊക്കെ താമസിക്കുന്നത്, പിന്നെ ഒഴിഞ്ഞ കെട്ടിടം. അങ്ങനെ 4 എണ്ണം റെസിഡൻഷ്യലിൽ തന്നെയുണ്ട്. നോൺ റെസിഡൻഷ്യലിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ഗാർഹികേതരം. മാം, ഈ ഒഴിഞ്ഞ കെട്ടിടം പറഞ്ഞത് ഇത് കണ്ടില്ലല്ലോ നമ്മള്. A1, A2, A3, A4 ഒഴിഞ്ഞത് V1 എന്ന് പറഞ്ഞ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് എന്യൂമറേറ്ററിന്റെ സ്ക്രീൻ കാണിക്കുമ്പോൾ സാറിന് കാണാൻ പറ്റും. ഓക്കെ. ഈ നോൺ റെസിഡൻഷ്യലിൽ വരുന്നതാണ് വാണിജ്യം, വ്യവസായം, ഗവൺമെന്റ് റിലേറ്റഡ് സ്ഥാപനങ്ങൾ, അങ്ങനത്തത് നമ്മുടെ നോൺ റെസിഡൻഷ്യലിലാണ് വരുന്നത്. അത് ജസ്റ്റ് ഈ ടോട്ടൽ കൗണ്ടിനെ ഒന്ന് ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. അതിൽ എത്ര എണ്ണം ഈ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്തു എന്നുള്ള കൗണ്ടാണ് ഈ അപ്രൂവ്ഡിനകത്ത് വരുന്നത്. ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്ഡിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ രാജേഷ് പറഞ്ഞതുപോലെ നമ്മൾ ആ ഒരു സൈറ്റിൽ പോയി അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷനിൽ പോയി അത് ഇൻസ്പെക്ട് ചെയ്തു, ഈ സർവേ ശരിയാണ്, എന്നിട്ട് അപ്രൂവ് ചെയ്യുന്നതാണ് ഈ ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്. സെൻഡ് ബാക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും സർവേക്കകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് റിട്ടേൺ ചെയ്യുന്നതാണ്. അത് എന്യൂമറേറ്ററിന് തന്നെ റിട്ടേൺ ചെയ്യും. എന്യൂമറേറ്റർ അത് ഒരിക്കൽ കൂടെ എടുത്ത് സബ്മിറ്റ് ചെയ്യണം. അതാണ് ഈ സെൻഡ് ബാക്കിന്റെ കൗണ്ട് കാണിച്ചിരിക്കുന്നത്. ഇൻസ്പെക്ടഡ് ആൻഡ് സെൻഡ് ബാക്കും ഇതേപോലെയാണ്. ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പോയി ആ സർവേ നമ്മൾ വെരിഫൈ ചെയ്തു, എന്നിട്ട് റിട്ടേൺ ചെയ്തു. അതാണ് ഇൻസ്പെക്ടഡ് ആൻഡ് സെൻഡ് ബാക്ക് കൗണ്ട്. ഇനി ഡ്യൂപ്ലിക്കേറ്റ് ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ചില വാർഡുകളില് 2-3 ബിൽഡിങ്ങിന് ഒരേ നമ്പർ ഉണ്ടാവും. അപ്പൊ അതിന് ഒന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്യൂപ്ലിക്കേറ്റ് ബിൽഡിംഗ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ
ഇപ്പൊ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്ന ലോക്കൽ ബോഡിയിലെ 7 വാർഡില് ഡ്യൂപ്ലിക്കേറ്റ് വാർഡ്സ് ബിൽഡിംഗ് ഉണ്ട്. ആ വാർഡ് നെയിംസ് കാണിച്ചിട്ടുണ്ട് 7 എണ്ണം. അതില് ഓരോന്നിലും ബിൽഡിംഗ് നമ്പർ എത്ര എണ്ണം റിപ്പീറ്റ് ആയി എന്നുള്ളതാണ് ആ റിപ്പീറ്റ് കൗണ്ടിൽ കാണിച്ചിരിക്കുന്നത്. ഈ 175 എന്ന് പറയുന്ന ബിൽഡിംഗ് നമ്പർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവേ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. ഒന്നുകൂടെ പറയണേ. ഒന്നുകൂടെ പറഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യണേ. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോ ചില ലോക്കൽ ബോഡീസില് ബിൽഡിംഗ് നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വരും. അതായത് ഒരേ ബിൽഡിംഗ് നമ്പർ തന്നെ 2-3 വീടുകളിൽ ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ കാണിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോക്കൽ ബോഡിയിൽ ഞാൻ ലോഗിൻ ചെയ്തിരിക്കുന്ന ലോക്കൽ ബോഡിയിൽ 7 വാർഡില് ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് വാർഡ്സ് ബിൽഡിംഗ് നമ്പർ വന്നിട്ടുണ്ട് എന്നാണ് ഈ കൗണ്ട് കാണിക്കുന്നത്. അത് ഏതൊക്കെ വാർഡിലാണെന്നും കാണിച്ചിട്ടുണ്ട്. ചിറ്റാരിക്കോവൽ എന്ന് പറയുന്നതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഹോസ്പിറ്റൽ എന്ന് പറയുന്നതിന്റെ അകത്ത് രണ്ട് മാക്സിമം 2 വട്ടം ഈ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോ ഇതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോ അതിന്റെ സർവേ നമ്പേഴ്സ് കാണിക്കുന്നുണ്ട്. ബിൽഡിംഗ് നമ്പർ 175 ആണ്. 2 സർവേയിൽ വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഈ സർവേ നമ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഈ 13 കാണിക്കുന്നത് ഡിസ്ട്രിക്ട് കോഡാണ്. 13 നമ്മൾ കണ്ണൂരിന് ചെയ്തപ്പോൾ ആണ് ഈ 13 വന്നത്. മലപ്പുറത്തിന് ചെയ്യുമ്പോൾ ഇത് 10 എന്നായിരിക്കും നമ്മൾ സർവേ എടുക്കുമ്പോൾ വരുന്നത്. പിന്നെ ഒരു ഹൈഫൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സർവേ എടുത്ത എന്യൂമറേറ്ററിന്റെ യൂസർ നെയിം ആണ് നെക്സ്റ്റ് വരുന്നത്, ഈ ഹൈഫൺ വരെ. അത് കഴിഞ്ഞ് 6 എന്ന് പറഞ്ഞിരിക്കുന്നത് റെസിഡൻഷ്യൽ സർവേ ആണെന്ന് കാണിക്കാനാണ്. അത് കഴിഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ V1 എന്ന് പറഞ്ഞിരിക്കുന്നത് വേക്കന്റ് സർവേ ആണെന്ന് കാണിക്കാനാണ്. വേക്കന്റ് കാറ്റഗറി വേക്കന്റ് ആണെന്ന് കാണിക്കാൻ. പിന്നെ ഇതൊരു റാൻഡം നമ്പർ ആണ്. ഈ 41Z എന്ന് പറയുന്നത് ഒരു റാൻഡം നമ്പർ ആണ്. അത് പല സർവേയിലും പലതായിരിക്കും. അതായത് സർവേ നമ്പേഴ്സ് യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതേ ഉള്ളൂ. ലാസ്റ്റ് വരുന്നത് ബിൽഡിംഗ് നമ്പർ ആണ്. നമ്മൾ സർവേ എടുക്കുമ്പോൾ ബിൽഡിംഗ് നമ്പർ ബിൽഡിംഗ് നമ്പർ ആണ് ആ സർവേ നമ്പറിന്റെ ലാസ്റ്റ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ആ സർവേ നമ്പർ ജനറേറ്റ് ചെയ്യുന്നത്. ആ സർവേ നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് ശരിക്കും ഒരു എറർ ആയിട്ട് വരുന്നതാണോ? ഞങ്ങളുടെ ഇവിടെ NSSന്റെ ഒരു കോൺസെപ്റ്റിൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു വീട്ടിലിപ്പോ തൊട്ട് എല്ലാ വീട്ടിലും ചിലപ്പോൾ ഈ വീടിന്റെ നമ്പർ ലിസ്റ്റ് ചെയ്ത് ഉണ്ടെന്ന് നിർബന്ധമില്ല. തൊട്ടടുത്ത വീട്ടിൽ 15/A ആണെങ്കിൽ ഇവിടെ 15/B അങ്ങനെ ഞങ്ങൾ ആണ് കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രായോഗികമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും എറേഴ്സിന്റെ പ്രശ്നമാണോ? അതിന്റെ ഒരു നമ്മളിത് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന്റെ ഒരു റീസൺ എന്ന് വെച്ചാല് ഇപ്പൊ അന്ന് അപ്പം ഒഫീഷ്യൽ റെക്കോർഡ്സിൽ ഇപ്പൊ 175/A എന്നുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കാം. അപ്പോൾ അവിടെ ഒരു ഡ്യൂപ്ലിക്കേറ്റിന്റെ സാഹചര്യം വരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ കണ്ണൂരൊക്കെ വലിയ കുടുംബങ്ങളുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഒരൊറ്റ ബിൽഡിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ ഹൗസ് ഹോൾഡ്സ്, അതായത് പല അടുക്കളകൾ ഉണ്ടാകാം എന്നുള്ള ഒരു കേസിലാണ് ശരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം. ഇങ്ങനൊരു ഇത് വേണം, ബിൽഡിംഗ് നമ്പർ യുണീക്ക് ആവണമെന്നില്ല, കാരണം അവിടെയുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആകാം എന്നുള്ള ഒരു കേസ് വന്നു. അതേപോലെയാണ് ഈ ആളുകൾ ഈ ഷെയർഡ് അക്കോമഡേഷൻ ഫ്ലാറ്റുകളൊക്കെ ക്വാർട്ടേഴ്സൊക്കെ ഉള്ളിടത്ത് ക്വാർട്ടേഴ്സിലും ചിലപ്പം ഒരു സെപ്പറേറ്റ് ബിൽഡിംഗ് നമ്പർ ഓരോ യൂണിറ്റിനും ഉണ്ടാവില്ല എന്നുള്ളൊരു കേസിൽ. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ള നിലയിൽ തള്ളിക്കളയാനും സാധിക്കില്ല, എന്നാൽ എല്ലാം നമുക്ക് അപ്രൂവ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ ഈ ബിൽഡിംഗ് സൂപ്പർവൈസേഴ്സിന് ഈ ബിൽഡിംഗ് നമ്പറിൻ്റെ ഈ ഒരു കേസ് എടുത്ത് കാണിച്ചിട്ട് അവർക്ക് ഒന്ന് ചെക്ക് ചെയ്ത ശേഷം മാത്രം, ഇപ്പോൾ ഇതിൽ തെറ്റുണ്ട്, അതായത് ഒരേ വീട്ടിലെയാണ് 2 സർവേ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാകുകയാണെങ്കിൽ അവർക്കത് ഒരെണ്ണം സെൻഡ് ബാക്ക് റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സെൻഡ് ബാക്ക് ചെയ്യാനോ സാധിക്കും. ഇത് വേറൊരു കാരണം ഇത് ഇങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ
ഒരു വാർഡിൽ പല സർവേസ് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ രണ്ടും ഒരേ സ്ഥലത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് വരാം. അപ്പോൾ അത്തരം ഡ്യൂപ്ലിക്കേറ്റുകളെ നമ്മൾ ഒഴിവാക്കുകയും വേണം. ഓക്കെ സാർ. പിന്നെ സാറേ ഒരു ഡൗട്ട്, ഈ പുറകില് ഇൻസ്പെക്ടഡ് ആൻഡ് സ്ക്രൂട്ടിനി അങ്ങനെ എന്തൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പുറകില്, ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്ഡ്. അത് നമ്മള് ഇപ്പൊ ഉദ്ദേശിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമ്മുടെ സൂപ്പർവൈസർമാരാണെങ്കിൽ എന്യൂമറേറ്റർമാരുടെ കൂടെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവര് ഡേറ്റ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിനകത്ത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലിസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഫീൽഡ് ഇൻസ്പെക്ഷൻ നടത്തുന്നു, അതിനൂടെ അപ്രൂവ് വരും. അതെ, അപ്പം ഫീൽഡ് ഇൻസ്പെക്ട് ചെയ്തു അത് തെറ്റൊന്നും ഇല്ല എങ്കിൽ അത് അപ്രൂവ് ചെയ്യുന്നു. അതല്ല അതിൽ തെറ്റുണ്ടെങ്കിൽ അത് നമ്മൾ സെൻഡ് ബാക്ക് ചെയ്യുന്നു. അത് എന്തുകൊണ്ട് അത് തെറ്റാണെന്നുള്ളത് പറഞ്ഞിട്ട്. പിന്നെ ഈ നെറ്റ്വർക്കിന്റെ പ്രശ്നം വേണോ? ഫുൾ ടൈം നെറ്റിന്റെ ആവശ്യമുണ്ടോ ഈ സർവേ ചെയ്യുമ്പോൾ? സർവേ ചെയ്യുമ്പോൾ അതിന് നമ്മളൊരു ഓഫ്ലൈൻ മോഡ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇല്ലാത്തപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ മൊബൈലിൻ്റെ സ്റ്റോറേജിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യുകയും പിന്നീട് നെറ്റുള്ള സ്ഥലത്ത് എത്തുമ്പോൾ നമുക്കതിനെ അപ്ലോഡ് ചെയ്യാനും ഉള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ. അപ്പം നമ്മൾ പരമാവധി ഓൺലൈനായിട്ട് ചെയ്യുക. പക്ഷേ അങ്ങനെ അതിനുള്ള സാഹചര്യം ഇല്ലാത്തടത്ത് അത് ഈ ഒരു കാര്യത്തിലൂടെ ചെയ്തു പോകുക എന്നുള്ളതാണ്. സാർ ഇപ്പൊ ചോദിച്ചതിൻ്റെ അകത്ത് അപ്രൂവ്ഡ് ഇത് ചോദിച്ചില്ലേ, ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്ഡ്. അപ്പൊ നമ്മളിവിടെ ചെയ്ത സർവേസ് ഒക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യും. പെൻഡിങ് ഫോർ ഡെയിലി റിവ്യൂ. ഇതിലിപ്പോ ഏതാണോ നമുക്ക് ഇത് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റെസ്പോൺസ് ഇവിടെ കാണിക്കും. അപ്പൊ ഇത് ചെക്ക് ചെയ്തിട്ട് ലാസ്റ്റ് അതിന്റെ ആക്ഷൻസ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടാവും. കമന്റ്, എന്തെങ്കിലും ഒരു കമന്റ്, പിന്നെ എന്താണ് സ്റ്റാറ്റസ്, അപ്രൂവ്ഡ് ആണോ അതോ തിരിച്ച് സെൻഡ് ബാക്ക് ആണോ, ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്ഡ് ആണോ, ഇൻസ്പെക്ടഡ് ആൻഡ് സെൻഡ് ബാക്ക് ആണോ. ഇതിപ്പോ സെൻഡ് ബാക്ക് കൊടുക്കുകയാണ്. നമ്മൾ അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കമന്റ് എഴുതണമെന്നില്ല. പക്ഷേ ഈ സെൻഡ് ബാക്ക് ചെയ്യുന്ന കേസുകളിൽ ഒരു കമന്റ് എഴുതിയ ശേഷം മാത്രമേ ആ സബ്മിഷൻ നടക്കുകയുള്ളൂ. കാരണം എന്തുകൊണ്ടാണ് അത് തിരിച്ചയക്കുന്നതെന്ന് ആ എന്യൂമറേറ്റർക്ക് ഒരു മെസ്സേജ് നിർബന്ധമായിട്ടും കൊടുക്കണം എന്നുള്ളത് കൊണ്ട്. സാറേ ഇന്ന് രാവിലെ ഞാനൊരു കാര്യം ചോദിച്ചായിരുന്നല്ലോ, നമ്മുടെ ബ്ലോക്ക് ബി വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന വീട്ടിലുള്ള ആൾക്കാര്, അവർക്ക് ബ്ലോക്ക് 9 മാത്രം ഫില്ല് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ 8 ഫില്ല് ചെയ്യേണ്ടി വരുമോ? ഞങ്ങളൊന്ന് അതിലേക്ക് വരാം. എനിക്കത് നോക്കാനൊരു സാവകാശം കിട്ടിയിരുന്നില്ല. അതൊന്ന് നോക്കാം. നമുക്കിപ്പം അത് ചെയ്യുമ്പോൾ നോക്കാം. എന്യൂമറേറ്ററുടെ സ്ക്രീനിൽ വരുമ്പോൾ നമുക്കത് നോക്കാം. ഇതിലിനി ലാസ്റ്റ് ഒരു ആക്ഷനും കൂടെ ഉണ്ട്, അതായത് ഡിക്ലറേഷൻ സ്റ്റാറ്റസ്. ഈ സൂപ്പർവൈസറിന്റെ കീഴെയുള്ള എല്ലാ എന്യൂമറേറ്റേഴ്സും ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യും. അതായത് ഞാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്ന്. അങ്ങനെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസറിനും ഒരു ഡിക്ലറേഷൻ സൈൻ ചെയ്യാൻ പറ്റും. അതിന്റെ ഒരു കൗണ്ട് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലോക്കൽ ബോഡിയിൽ 44 വാർഡ്സ് ഉണ്ട്. അതില് 2 വാർഡിലുള്ളവരെ സൈൻ ചെയ്തിട്ടുള്ളൂ, ബാക്കി 42 പേര് സൈൻ ചെയ്തിട്ടില്ല. ഈ ഡിക്ലറേഷൻ സൈൻ, അതായത് നമ്മൾ എല്ലാ സർവേകളും അവിടെ നമ്മളുടെ ടെറിട്ടറി നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഭാഗത്തുള്ള എല്ലാ സ്ട്രക്ചറുകളും നമ്മൾ കവർ ചെയ്തു എന്നുള്ളൊരു ഡിക്ലറേഷൻ ആയിട്ടാണ്. അത് നമുക്ക് ഇവിടെ മോറിനകത്ത് ഈ ഫസ്റ്റ് ഒരു പ്രൊഫൈൽ സെക്ഷൻ ഉണ്ട്. നമ്മുടെ OTP വഴിയാണോ അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഫോം അവിടെ ഉണ്ടല്ലേ? ഡിക്ലറേഷൻ ഫോമിനകത്ത് ആ ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മുടെ ഒപ്പെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഇത് കൊടുത്താൽ മതി, എന്നിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഇതിനകത്ത് സൂപ്പർവൈസറിന് ഒരു ആക്ഷനും കൂടെ ഉണ്ട്, അതായത് യൂസർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ആക്ഷൻ. ഈ സൂപ്പർവൈസറിന്റെ കീഴിലുള്ള വാർഡില് രജിസ്റ്റർ ചെയ്യുന്ന എന്യൂമറേറ്റേഴ്സിനെ അപ്രൂവ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്ന് ഈ സൂപ്പർവൈസർ ആണ് തീരുമാനിക്കേണ്ടത്. അതാണ് ഈ യൂസർ മാനേജ്മെന്റിന്റെ അകത്ത് വരുന്നത്. ഇപ്പൊ ഇവിടെ ഈ സൂപ്പർവൈസറിന്റെ കീഴിൽ ഒരു എന്യൂമറേറ്റർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഈ അപ്രൂവ് ഓർ റിജക്റ്റിന്റെ ഈ കീഴെ ഉണ്ടാവും, ഈ ടാബിന്റെ താഴെ. അവിടെ അപ്രൂവ് ഓർ റിജക്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിന്നും
അപ്രൂവ് എന്ന് പറഞ്ഞ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ എന്യൂമറേറ്റർ വാലിഡ് എന്യൂമറേറ്റർ ആവുള്ളൂ, അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ ഈ ആപ്പിനകത്ത്. റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഒരു ആയി പോകും അയാളുടെ രജിസ്ട്രേഷൻ. അത് ചെയ്യേണ്ടത് സൂപ്പർവൈസർ ആണ്. ഇത് നമുക്ക് വളരെ പ്രധാനമാകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മളിപ്പോൾ വളരെ ചെറിയ സമയം കൊണ്ടാണല്ലോ ഇത്രയും ആളുകളെ കൊണ്ട് നമ്മൾ സർവേ ചെയ്യിക്കുന്നത്. അപ്പോൾ അവർ തെറ്റായിട്ടുള്ള വാർഡിലേക്ക് ഓപ്റ്റ് ചെയ്യുക എന്നൊക്കെ ചിലപ്പോൾ സംഭവിച്ചേക്കാം. അപ്പോൾ അത് ഒരു സൂപ്പർവൈസർ ഒന്ന് നോക്കിയ ശേഷം മാത്രം, അപ്പോൾ സൂപ്പർവൈസറുടെ കീഴിൽ വരുന്ന ആ നമ്പർ ഓഫ് യൂസേഴ്സ് മാത്രമേ ആ പർട്ടിക്കുലർ വാർഡിലേക്കും ആ പർട്ടിക്കുലർ വരുന്നുള്ളൂ എന്നുള്ള ഉറപ്പ് വരുത്തി അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ ലിസ്റ്റും അപ്രൂവ് ചെയ്തവരുടെ ലിസ്റ്റ് ഇവിടെ ഉണ്ടാവും. ഈ സൂപ്പർവൈസറിന്റെ കീഴെ രജിസ്റ്റർ ചെയ്ത് വാലിഡ് ആയിട്ടുള്ള യൂസേഴ്സിന്റെ ലിസ്റ്റ്. ഇതും സൂപ്പർവൈസറിന്റെ ഒരു ആക്ഷൻ ആണ്, യൂസർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഞാൻ ഒരു എന്യൂമറേറ്റർ ആയിട്ട് ലോഗിൻ ചെയ്ത് വേറെ എന്തെങ്കിലും ഇപ്പൊ സൂപ്പർവൈസറിന്റെ ആക്ടിവിറ്റീസിൽ നോക്കേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് വരാം, അത് കുഴപ്പമില്ല. ഓക്കെ, എന്യൂമറേറ്റർ ആയിട്ട് ലോഗിൻ ചെയ്യാനേ. ഒരു ഡെമോന്റെ വീഡിയോ ലിങ്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് കാണാൻ പറ്റുന്ന വേറെ? നമ്മൾ ഇപ്പൊ ഈ ഇന്നത്തെ മീറ്റിംഗ് എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ആ റെക്കോർഡിംഗ് സെഷൻ സാറിന് ഷെയർ ചെയ്യാം. ഇത് എന്യൂമറേറ്റർ ഡാഷ്ബോർഡ് ആണ്. ഇപ്പൊ ഞാൻ ലോഗിൻ ചെയ്ത എന്യൂമറേറ്റർ ആകെ 3 സർവേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് അത് റെസിഡൻഷ്യൽ കാറ്റഗറിയിലും 2 നോൺ റെസിഡൻഷ്യൽ കാറ്റഗറി. അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. റെസിഡൻഷ്യൽ 1, നോൺ റെസിഡൻഷ്യൽ 2. നോൺ റെസിഡൻഷ്യൽ ഇത് ഇത്രയും ഡീറ്റെയിലേ ഉള്ളൂ. ഓക്കെ, ഇനി പാർഷ്യലി കംപ്ലീറ്റഡ് മീൻസ് ഇപ്പൊ ഒരു സർവേ നമ്മൾ ചെയ്തു തുടങ്ങി, ഇപ്പൊ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മളത് ഹാഫ് വേ നിർത്തുകയാണെങ്കിൽ അത് നമ്മൾ സേവ് ഡ്രാഫ്റ്റ് പോലെ ചെയ്യില്ലേ, അതിന് തന്നെയാണ് ഈ പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത്. നമുക്കത് പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് വേറൊരു സർവേയിലേക്ക് മൂവ് ചെയ്യാം. അതിനാണ് ഈ പാർഷ്യലി കംപ്ലീറ്റഡ്. ഇനി അപ്രൂവ്ഡ് സർവേസ്, നമ്മുടെ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്തിട്ടുള്ള സർവേസ് ആണ് ഇവിടെ കാണിക്കുന്നത് ഈ കൗണ്ടിൽ. ഇൻസ്പെക്ടഡ് ആൻഡ് അപ്രൂവ്ഡ്, സൂപ്പർവൈസർ ഇൻസ്പെക്ട് ചെയ്ത് അപ്രൂവ് ചെയ്തത്. സെൻഡ് ബാക്ക് എന്ന് പറയുമ്പോൾ സൂപ്പർവൈസർ എന്തേലും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ സെൻഡ് ബാക്കിനകത്ത് വരും. ഇൻസ്പെക്ടഡ് ആൻഡ് സെൻഡ് ബാക്കും അതുപോലെ തന്നെ, ഇൻസ്പെക്ട് ചെയ്ത് സെൻഡ് ബാക്ക് ചെയ്തത്. ഇനി അടുത്ത ആക്ഷൻ ആണ് സ്റ്റാർട്ട് സർവേ. സ്റ്റാർട്ട് സർവേ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കൺഫർമേഷൻ ചോദിക്കും. അതിനകത്ത് ഈ വില്ലേജ് പേര് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും. ഇത് കണ്ണൂരിന്റെ ഡീറ്റെയിൽ ആയതുകൊണ്ടാണ് പയ്യന്നൂർ എന്ന് കാണിക്കുന്നത്. ഇത് കെട്ടിട നമ്പർ, ഇതാണ് നേരത്തെ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ വന്ന ആ സിനാരിയോ പറഞ്ഞത്. നമ്മളിവിടെ ഏത് കെട്ടിടത്തിന്റെ ആണോ സർവേ എടുക്കുന്നത് അതിന്റെ നമ്പർ പറയുക. ദെൻ സ്ട്രക്ചർ ഏതാന്ന് പറയണം, അതായത് റെസിഡൻഷ്യൽ ആണോ നോൺ റെസിഡൻഷ്യൽ ആണോ, ഗാർഹികമാണോ ഗാർഹിക ഏതരോ ആണോ എന്ന് സെലക്ട് ചെയ്യാം. ഗാർഹികത്തിനകത്ത് തന്നെ ഈ 4 ഉണ്ട്: കുടുംബമായി താമസിക്കുന്നത്, ഇതര സംസ്ഥാനക്കാർ താമസിക്കുന്നത്, 1 അതിലധികമോ ആളുകൾ കുടുംബമല്ലാതെ താമസിക്കുന്നത്, ഒഴിഞ്ഞ കെട്ടിടം. ഞാൻ കുടുംബമായി താമസിക്കുന്നത് എടുക്കുകയാണ്. അപ്പോ ഇതിന്റെ ബേസിസിൽ ഒരു ID, സർവേ ID ക്രിയേറ്റ് ആവും. ഇത് ഞാൻ 10 എന്ന് പറയുന്നത് ഇപ്പൊ ഇനി ചെയ്യാൻ പോകുന്ന എല്ലാ സർവേയിലും 10 ആയിരിക്കും വരുന്നത്, മലപ്പുറത്തിന്റെ ആണെന്ന് കാണിക്കാൻ. ദെൻ ആ യൂസർ നെയിമിന്റെ ID, നമ്മുടെ എന്യൂമറേറ്ററിന്റെ യൂസർ നെയിം. 6 എന്ന് പറയുന്നത് ഗാർഹികം റെസിഡൻഷ്യൽ ആണെന്ന് കാണിക്കാൻ. A1 എന്ന് പറയുന്നത് ഈ കുടുംബമായി താമസിക്കുന്നതാണെങ്കിൽ അത് A1 എന്ന് പറഞ്ഞ ഷെഡ്യൂൾ ആയിട്ടാണ് വരുന്നത്. ഇത് A2 ആയിരിക്കും. ഇതിപ്പോ കണ്ടോ, A2 ആയി. ഞാൻ ഇതര സംസ്ഥാനക്കാർ സെലക്ട് ചെയ്തപ്പോ A2 ആയി. അടുത്ത് മൂന്നാമത്തേതാണെങ്കിൽ A3 വരും. ഒഴിഞ്ഞ കെട്ടിടമാണെങ്കിൽ വേക്കന്റ് എന്ന് പറഞ്ഞിട്ട് B എന്നാണ് വരുന്നത്. അതുപോലെ ഇപ്പോ ഇവിടെ ഗാർഹികേതരം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ 6 ആയിരുന്നു, റെസിഡൻഷ്യൽ എന്നായിരുന്നു. ഇപ്പൊ അത് മാറി നോൺ റെസിഡൻഷ്യലിന്റെ N, ഈ സർവേ നമ്പറിന്റെ അകത്ത് N എന്ന് വരും. ഇതിൽ ഒഴിഞ്ഞ കെട്ടിടം ആയതുകൊണ്ടാണ് വേക്കന്റ് B എന്ന് വന്നത്. നമ്മളിപ്പോ ഇതിനകത്ത് വാണിജ്യ സ്ഥാപനങ്ങൾ എടുത്താൽ B1 എന്ന് പറഞ്ഞ ഷെഡ്യൂളാണ്.
അടുത്തതിൽ രണ്ടാമത്തെ വ്യവസായ സ്ഥാപനങ്ങൾ എടുത്താൽ B2 എന്ന് പറയുന്ന ഷെഡ്യൂൾ. ഇത് ജസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സർവേ നമ്പർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും ആ സർവേ എന്തിനെ പറ്റി ആയിരിക്കുമെന്ന്. അടുത്ത് B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ പൊതുമേഖല. അടുത്ത് മറ്റുള്ളവ എന്ന് പറയുമ്പോൾ O എന്ന് വരും. അതേഴ്സിന്റെ ഫസ്റ്റ് ഇത് O എന്ന് വരും. നമുക്കിതില് തിരിച്ച് ഗാർഹിയം തന്നെ എടുക്കാം. ഇതിൽ ഏറ്റവും വലിയ സർവേ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്താണ് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉള്ളത്. സ്റ്റാർട്ട് ചെയ്യണം. ജസ്റ്റ് ഒരു കൺഫർമേഷൻ. ഇതിനെ നമുക്ക് ഫുൾ ക്വസ്റ്റ്യൻസിനെ നമ്മൾ 7 ആയിട്ട് ഇത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. B1 തൊട്ട് B7 വരെയുള്ള ബ്ലോക്ക് ആയിട്ട് നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കെട്ടിടം സംബന്ധിച്ച വിവരങ്ങൾ, പിന്നെ B2 പ്രാഥമിക വിവരങ്ങൾ, അങ്ങനെ B7 വരെ ഉണ്ട്. ലാസ്റ്റ് ആണ് വ്യക്തിഗത വിവരങ്ങൾ വരുന്നത്. ലാസ്റ്റ് ആണ് വ്യക്തിഗത വിവരം. ആദ്യം തൊട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇതൊക്കെ സിമ്പിൾ ഇതാണ്. B2 എന്ന് പറയുമ്പോൾ പ്രാഥമിക വിവരങ്ങൾ. ജസ്റ്റ് എന്റെ പേര് കൊടുത്തു. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്തില്ല. വ്യത്യാസമുള്ളത് മാത്രം ഒന്ന് പറയാം. ബ്രാഞ്ചിങ് ഉള്ളത് ഇതില് B4 എന്ന് പറഞ്ഞാൽ ഈ ബ്ലോക്കിനകത്തുള്ള ക്വസ്റ്റ്യനിൽ ഇത് ബ്രാഞ്ചിങ് ഉണ്ട്. അതായത് കുടുംബത്തിൽ ആർക്കെങ്കിലും അവകാശ ഭൂമി ഉണ്ടോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് സബ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. നമ്മളിപ്പോ ഉണ്ട് എന്നാണ് ആൻസർ എങ്കിൽ അതിന്റെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ബ്രാഞ്ചിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പരിധിക്ക് അകത്ത് കുടുംബത്തിന് സ്വന്തമായുള്ള ഭൂമി, അങ്ങനെ ഒത്തിരി ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് ചോദിക്കും. നമ്മളിപ്പോ ഇല്ലാന്നാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്നും കാണില്ല. അതുപോലെ തന്നെ ഇവിടെ വളർത്തു മൃഗങ്ങളുടെ കാര്യത്തിലും ഇല്ലാന്നാണെങ്കിൽ പ്രത്യേകിച്ച് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഉണ്ടെന്നാണെങ്കിൽ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. B6 നമ്മുടെ ശുചിത്വം, മാലിന്യ സംസ്കരണം, അതിനെ പറ്റിയുള്ളതാണ്. ഇനി B7 ആണ് ഒരു വ്യത്യാസമുള്ള ഒരു ബ്ലോക്ക്, അതായത് വ്യക്തിഗത വിവരങ്ങൾ. ഇപ്പോ ഇതിനകത്ത് ഈ 1 എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പേഴ്സന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ക്രീൻ എന്നാണിത്. ഇതല്ല. ഇനി ഒരു വീട്ടിൽ വേറൊരാളുടെ ഡീറ്റെയിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് മോർ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ 2 നായി. ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സ്ക്രീനാണ്. നമുക്കിപ്പം ഒരു വീട് ഒരു 5 സെന്റിന് വീടുണ്ടെങ്കിൽ പോലും അവിടെ നമ്മൾ 2-3 തെങ്ങ് നടുവല്ലോ. ഞങ്ങളുടെ ഈ കോൺസെപ്റ്റ് പ്രകാരം അതൊക്കെ കൃഷിയായിട്ട് നമ്മൾ കണക്കാക്കാറുണ്ട്. നമ്മുടെ കണ്ണൂർ അങ്ങനെയാണ് ചെയ്തത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതിനെ പറ്റിയിട്ട്? അതായത് ഈ കാർഷിക വിളകളുടെ എല്ലാം കൗണ്ടോ അല്ലെങ്കിൽ അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട്, ഇപ്പൊ നെല്ലാണെങ്കിൽ അത് എനിക്കൊന്ന് ഏക്കർ കണക്കിനാണ്, തെങ്ങ് അങ്ങനെയുള്ളതൊക്കെ അതിന്റെ ഈൽഡ് അനുസരിച്ചും ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ പോകുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഉണ്ട്. നെല്ല്, മരച്ചീനി, മത്സ്യകൃഷി, തെങ്ങുണ്ട്. ഓക്കെ സാറേ, അത് ഞങ്ങളുടെ ഇവിടെ ഉപയോഗിക്കുന്ന പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ നെല്ലില്ല ആ ഭാഗത്ത്. കുഴപ്പമില്ല സാറേ, ഞങ്ങൾ ചെയ്യാം. ഇതിൽ കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന പാർട്ട് ഇതാണ്. ഈ B7 വരുമ്പോഴാണ് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നത്. അതാണ് ഞാൻ ഇതിങ്ങനെ പറഞ്ഞത്. ഇത് ഫസ്റ്റ് ഈ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സന്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്ക്രീൻ എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് തൊട്ട് മുമ്പത്തെ ആളുടെ ഡീറ്റെയിലേക്ക് പോകണമെങ്കിൽ പ്രീവിയസ് ക്ലിക്ക് ചെയ്താൽ. അതില് ഒരു സാറ് മുമ്പേ ചോദിച്ച ചോദ്യം ഇതാണ്. താമസിക്കുന്നത് കുടുംബത്തിൽ സ്ഥിരതാമസം ജില്ലയ്ക്ക് പുറത്ത് കേരളത്തിൽ. അപ്പം കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് അകത്ത് വരുമ്പോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് വരുമ്പോ നമ്മൾ പിന്നെ കൂടുതൽ ചോദ്യങ്ങൾ ഇല്ല അല്ലേ? ഇല്ലല്ലോ. ഇല്ല. അത് മാറ്റി ചെയ്തായിരുന്നു. കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് അകത്താണെങ്കിൽ ഏത് സംസ്ഥാനമാണെന്ന് ചോദിക്കുന്നു, എന്താവശ്യത്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ 2ഉം 3ഉം 4ഉം ബോർഡാണെങ്കിലും ഇത് വേറെ നമ്മൾ ബ്ലഡ് ഗ്രൂപ്പോ അല്ലെ ലൈസൻസോ അതിനൊന്നും ചോദിക്കുന്നില്ല. ഇനി താഴോട്ടുള്ള ചോദ്യങ്ങൾ വരുന്നില്ല. ക്വാളിഫിക്കേഷൻ ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല അല്ലേ? ഇല്ല. കുടുംബത്തിൽ സ്ഥിര താമസമാണെങ്കിൽ മാത്രം ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കും. ബേസിക്കലി പ്രായം, ജെൻഡർ, അത്തരം കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരുടെയും എടുക്കുന്നത്. പഞ്ചായത്തിന്റെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്ര പേര് ക്വാളിഫൈഡ് ആയിട്ട് ഉണ്ടെന്ന് അറിയാനും ഒരു ഡേറ്റ അവർ നോക്കുന്നുണ്ട്. ഇപ്പം
MBBS കഴിഞ്ഞ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ PhD കഴിഞ്ഞ എത്ര പേരുണ്ട്. അപ്പം അവര് ജില്ലയ്ക്ക് പുറത്ത് താമസിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഇപ്പൊ കണ്ണൂർ ചെയ്ത് എങ്ങനെയാണ്? ഓക്കെ, നമുക്ക് എന്തായാലും ഇത് മതി, കുഴപ്പമില്ല. എന്തായാലും നമ്മുടെ ഇങ്ങനെയാണല്ലോ, അവര് അങ്ങനെ ചോദിച്ചായിരുന്നു. നിലവിൽ സ്ഥിരതാമസമുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. ഓക്കെ, ഇത് ഇത്രയും ഡീറ്റെയിൽസ് എടുത്തിട്ട് നമുക്ക് സേവ് ഡ്രാഫ്റ്റ് നേരത്തെ കണ്ടായിരുന്നു, പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതിലേക്ക് വരാനാണ് ഈ സേവ് ഡ്രാഫ്റ്റ്. അതായത് നമ്മളിപ്പോ ഒരു വീട്ടിൽ സർവേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ നമുക്ക് ആ സർവേനെ സേവ് ഡ്രാഫ്റ്റിലേക്ക് ആക്കാം. അത് നമ്മളിപ്പോ സേവ് ചെയ്തത് ഈ പാർഷ്യലി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ സർവേക്കകത്ത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും നമുക്ക് റിസീവ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിൽ നിന്നേ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ലാസ്റ്റ് വരെ എല്ലാം ചെക്ക് ചെയ്തു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സബ്മിറ്റ് ആയി, അത് നമ്മുടെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ടാവും. ഇപ്പൊ പാർഷ്യലി കംപ്ലീറ്റഡ് 0 ആയി, നമ്മൾ അത് സബ്മിറ്റ് ചെയ്തതുകൊണ്ട് ഇതിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഇപ്പൊ ചെയ്തത്. നമ്മൾ കൊടുത്തിട്ടുള്ള റെസ്പോൺസ് അതെല്ലാം ഇവിടെ കാണിക്കും. ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ നമ്മുടെ ഈ എല്ലാ സർവേസും ഉണ്ട്, ഓരോ സ്ട്രക്ചറും ഉണ്ട്. ഗാർഹികത്തിനകത്തിന് എക്സ്ട്രാ ഉണ്ട്. ഗാർഹികത്തിനകത്ത് തന്നെ അതിഥി തൊഴിലാളികളുണ്ട്. ഇത് ഒന്നോ അതിലധികമോ ആളുകൾ കുടുംബം അല്ലാതെ താമസിക്കുന്നതുണ്ട്, ഒഴിഞ്ഞ കെട്ടിടമുണ്ട്. എല്ലാത്തിനും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ. ഇപ്പൊ നമ്മൾ ഗാർഹികം കുടുംബമായി താമസിക്കുന്നത് പോലെ അത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല ഓരോന്നിലും. ഞാൻ എല്ലാം ഒന്ന് ചെയ്താൽ മതിയല്ലോ, എക്സാമ്പിൾ ആയിട്ട്. ഓക്കെ, ഇതിൽ ഇനി സെർച്ച് വെച്ച് ഓഫ്ലൈൻ്റെ അത് ഈ മോറിന്റെ അകത്ത് ഇപ്പൊ ഞാൻ സബ്മിറ്റ് ചെയ്തപ്പോൾ അത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയി. ഇപ്പൊ നെറ്റ് ഇല്ലാത്ത എന്തെങ്കിലും കേസിലാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇതിനകത്ത് ആക്ഷൻസിനകത്ത് ഓഫ്ലൈൻ സർവേ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെറ്റ് ഇല്ലാത്ത ഒരു ഇതാണെങ്കിൽ അവിടെ ഒരു അലേർട്ട് വരും. അതായത് നെറ്റ് ഇല്ലാത്ത ഇഷ്യൂസ് കാരണം ഓഫ്ലൈൻ സർവേക്കകത്ത് അത് സേവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഇത് വരുമ്പോൾ നമുക്ക് ഈ ഓഫ്ലൈൻ സർവേക്കകത്ത് നോക്കിയാൽ മതി, ആ സർവേസിന് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എന്നിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരിക്കൽ കൂടെ സബ്മിറ്റ് ചെയ്താൽ മതി. ഇതാണ് ഇത് ഓഫ്ലൈൻ സർവേസ്. ഇനി ഡിക്ലറേഷൻ ഫോം എന്യൂമറേറ്ററിനും ഉണ്ട്, നമ്മൾ സൂപ്പർവൈസറിനെ കണ്ടതുപോലെ. അതായത് ആ വാർഡിൽ അയാൾക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ സർവേസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക്ലറേഷൻ. ഡിക്ലറേഷൻ നമ്മൾ ഏറ്റവും ലാസ്റ്റിൽ മാത്രമേ ചെയ്യാവൂ. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫൈനൽ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മളിപ്പോ അത് ചെയ്യേണ്ട കാര്യം എന്യൂമറേറ്റേഴ്സിനോട് പറയേണ്ട ആവശ്യം, അല്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണ്ട, അത് പിന്നീട് നമുക്ക് സർവേ തീരുമ്പോൾ ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ. അതെ. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഈ എന്യൂമറേറ്റേഴ്സ് ചിലപ്പോൾ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടത്, ഈ സർവേകൾ പലതും സബ്മിറ്റ് ചെയ്യാതെ അവർ പാർഷ്യലിൽ എടുത്തെടുത്ത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്തായാലും മൊബൈലിൽ സ്റ്റോറേജിൻ്റെയോ മറ്റോ പ്രശ്നം കാരണം ചിലപ്പോൾ ആപ്പ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ഡേറ്റ ഓഫ്ലൈനിലിരിക്കുന്ന ഡേറ്റ നഷ്ടപ്പെടാനൊരു സാധ്യതയുണ്ട്. അപ്പോൾ കഴിവതും അവരെ കൊണ്ട് ഡെയിലി സർവേകൾ കംപ്ലീറ്റ് ചെയ്യിച്ച് അത് സെർവറിലേക്ക് അപ്രൂവ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇതേപോലെ സൂപ്പർവൈസേഴ്സും പലപ്പോഴും അപ്രൂവ് ചെയ്യാനായിട്ട് താമസിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവർക്ക് ഒരുപാട് സർവേകൾ ഒരുമിച്ച് അപ്രൂവ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ കഴിവതും നമ്മൾ നേരത്തെ തന്നെ ഫീഡ്ബാക്ക് എന്യൂമറേറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സൈഡിൽ നിന്നുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ചെയ്ത മുഴുവൻ സർവേകളും രണ്ടാമത് ചെയ്യേണ്ടതൊക്കെ സാഹചര്യമൊക്കെ വരുന്ന അങ്ങനത്തെ കേസുകളും ആകും. നമുക്ക് ആ നിർദ്ദേശം കൊടുക്കാം. നമുക്ക് ട്രെയിനിങ്ങിന്
തീർന്നതെല്ലാം സൂപ്പർവൈസർമാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന രീതിയിലേ ആ അത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ സർ. ഇപ്പൊ ഇതിനകത്ത് പാർഷ്യലി കംപ്ലീറ്റഡ് ഉണ്ട്, ഒരു സർവേ പാർഷ്യലി കംപ്ലീറ്റഡ് ഉണ്ട്. അതുപോലെ ഓഫ്ലൈൻ ആയിട്ട്, അതായത് നെറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മുടെ ഡിവൈസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും സർവേ ഉണ്ടെങ്കിലും നമുക്ക് ഇതിൽ നിന്നും നമ്മുടെ അക്കൗണ്ടിൽ ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു അലേർട്ട് വരും. അപ്പോ ഈ പാർഷ്യലി കംപ്ലീറ്റഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഓഫ്ലൈൻ സർവേസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് നമുക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഒരു യൂസറിന് ലോഗ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എങ്ങാനും അത് ചെയ്യാതെ അവര് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യോ ക്യാഷ് ക്ലിയറോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡേറ്റ ഫുൾ അവരുടെ ഇതായി പോകും, ഡിലീറ്റ് ആയി പോകും. ഈ സെയിം പ്രശ്നം നമ്മുടെ സൂപ്പർവൈസർമാർക്കും ഉണ്ടാവുമോ? കാരണം ചിലപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച അത്ര സൂപ്പർവൈസർമാരെ നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഒരാൾക്ക് ഒരു സൂപ്പർവൈസറിന് 2 വാർഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇല്ല, സൂപ്പർവൈസർ ജീന പറഞ്ഞോളൂ. അല്ല, സൂപ്പർവൈസേഴ്സിന്റെ ഡിവൈസിലോട്ട് ഒന്നും സ്റ്റോർ ആവുന്നില്ലല്ലോ. ഇത് എന്യൂമറേറ്റേഴ്സിന്റെ ഡിവൈസിൽ സ്റ്റോർ ആവുന്ന കേസ്, അതായത് പാർഷ്യലി കംപ്ലീറ്റഡും ഓഫ്ലൈൻ സർവീസും ഉണ്ടെങ്കിലുള്ള കേസാണ് സർ ഞാൻ പറഞ്ഞത്. അവർക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈ ഡിവൈസിൽ നിന്ന് ഡേറ്റ ലോസ് ആവും. അതാണ് പറഞ്ഞത്. സൂപ്പർവൈസറിന് ആ ഇഷ്യൂ വരുന്നില്ല. അത് നമ്മൾ ഡേറ്റാബേസിൽ നേരിട്ട് സക്സസ്ഫുള്ളി ആഡ് ചെയ്തത് മാത്രമേ സൂപ്പർവൈസറിന് കാണാൻ പറ്റുള്ളൂ. ഇപ്പോ നമ്മൾ മുമ്പ് കണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവർ ഒരുപാട് സർവീസിനെ പാർഷ്യലി കംപ്ലീറ്റഡിലൊക്കെ ആക്കി വെക്കും. ഒരു ഇച്ചിരി, അതായത് ഒരു വീട്ടിൽ പോയി ഒരു ഇത്തിരി കംപ്ലീറ്റ് ചെയ്യും, അതായത് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഇച്ചിരി കംപ്ലീറ്റ് ചെയ്യും, അടുത്ത ദിവസം പോയി ബാക്കി കംപ്ലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ എന്ന് പറഞ്ഞാൽ എന്തേലും ഒരു കാര്യം കൊണ്ട് ആ മൊബൈലിനോ എന്തേലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരെടുത്ത് ആ ഡേറ്റ ഫുൾ അങ്ങ് പോകും. കാരണം ഇത് ഡിവൈസിലോട്ടാണല്ലോ സേവ് ആവുന്നത്. നേരിട്ട് നമുക്ക് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആയാൽ മാത്രമേ നമ്മുടെ സെർവറിലേക്ക് വരത്തുള്ളൂ. ഇതും കൂടുതൽ പാർഷ്യലിയിലും വയ്ക്കാതെ ഓഫ്ലൈനിലും അധികം സർവീസ് വയ്ക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്യൂമറേറ്റേഴ്സ്. ഞാൻ വേറൊരു ഡൗട്ട് പറഞ്ഞാൽ, ഈ നമുക്ക് ഞങ്ങൾ കണ്ണൂര് ടീമായിട്ട് സംസാരിച്ചായിരുന്നേ. അപ്പൊ ഒരു അവസാനം നമുക്ക് കുറെയൊക്കെ എക്സലിൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യത്തില്ലേ ഓരോ വാർഡ് വൈസ്? അത് സർവീസ് ചെയ്ത് ഏതാണ്ട് എല്ലാ സർവേ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് റിപ്പോർട്ടിംഗ് സൈഡിലേക്ക് വരുമ്പോൾ അത് ആവശ്യം. അത് അത് നമുക്ക് കിട്ടൂല അല്ലേ? കാരണം വലിയൊരു ബ്ലണ്ടർ വരാത്ത രീതിയിൽ നമുക്ക് ഇപ്പം ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ നടന്നൊരു സ്ഥലമാണെങ്കിൽ ഇതിനകത്ത് ഇലക്ട്രിഫിക്കേഷൻ ഇല്ലാത്ത വീട് വരുവാണെങ്കിലേ അങ്ങനത്തെ കുറെ എറേഴ്സ് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ വേണ്ടിയേ. അത് രാജേഷ് ആയിരിക്കും ലാസ്റ്റ് വേർഡ്. രാജേഷ് ഉണ്ടോ? അല്ല, നമ്മൾ എന്തായാലും ഷെയർ ചെയ്യാം. ഡേറ്റ നമ്മൾ ഷെയർ ചെയ്ത്, കാരണം അത് ഫൈനൽ ഡേറ്റ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ ഉണ്ടാവും. സാറേ ഞാനിപ്പോ അങ്ങനെ ഒരു ചെറിയൊരു ബ്ലണ്ടർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചയച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മൾ പിന്നെ നമ്മുടെ സൂപ്പർവൈസറിലോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ യൂസർ ഡിസ്ട്രിക്ട് ലെവലിൽ അത് മാറ്റേണ്ടി വരും? എങ്ങനെ അതിന്റെ കാര്യങ്ങൾ ഇൻ കേസ് നമ്മൾ ഒരു നോക്കുമ്പോൾ സൂപ്പർവൈസറിന്റെ കണ്ണിലും പെട്ടില്ല, പക്ഷെ നമ്മൾ അവസാനം ടേബിൾ ജനറേറ്റ് ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ഇഷ്യൂ കണ്ടത്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ റിസോൾവ് ചെയ്യുന്നത്? നമ്മൾ തിരിച്ച് എന്യൂമറേറ്ററിന് അയക്കണോ, അല്ലെങ്കിൽ സൂപ്പർവൈസറിനോ അല്ലെങ്കിൽ ജില്ലാ ഓഫീസറിന് നമുക്കത് മാറ്റാൻ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? അല്ല, നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മൾ കണ്ണൂര് ചെയ്തത് ഈ ഒരു സ്ക്രൂട്ടിനി, സാർ ഇപ്പൊ നമ്മൾ ഫൈനൽ ടേബിളിലേക്ക് വരുന്നതിന് മുമ്പുള്ള സ്ക്രൂട്ടിനിയിൽ എല്ലാം വെരിഫൈ ചെയ്ത് ഓരോ പഞ്ചായത്ത് സൂപ്പർവൈസേഴ്സും നമുക്ക് അയക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അങ്ങനെ പിന്നെ ഒരു കറക്ഷൻ്റെ ഒരു കേസ് വന്നിട്ടില്ല. അപ്പം അല്ല, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് അന്നേരം എന്തായാലും കേസ് ബൈ കേസ് നമുക്ക് നോക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിവതും നമ്മൾ ആ ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മൾ ഈ എക്സലില് ഇതെടുത്ത് ഒരു സ്ക്രൂട്ടിനി ചെയ്തത് സാർ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു റൗണ്ട് കറക്ഷൻസ് വേണ്ടി വരും എന്ന് ഉറപ്പായിട്ടുണ്ടായിരുന്നത് കൊണ്ട്
അത് നോക്കി എല്ലാ പഞ്ചായത്തുകളുടേതും വെരിഫൈ ചെയ്ത ശേഷമായിരുന്നു ഓരോ പഞ്ചായത്തുകളുടെ വെരിഫൈ ചെയ്തിട്ടാണ് നമ്മൾ പിന്നീടത് സെർവറിലേക്ക് തിരിച്ച് റിപ്പോർട്ടുകളിലേക്ക് കൊണ്ടുവരുന്നത്, റിപ്പോർട്ടിംഗ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പം അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് പറഞ്ഞിട്ടില്ല. നമുക്ക് അന്ന് നോക്കാം, നമുക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് അതെന്തെങ്കിലും അഡ്രസ്സ് ചെയ്യാം. പിന്നെ ഇത് നമുക്ക് ഒരു പഞ്ചായത്ത് മാത്രമേ ഉള്ളൂ, മറ്റേത് നമുക്ക് ഒരു 46 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ സ്കെയിലും കുറച്ചുകൂടെ വലുതായിരുന്നു. ഇപ്പോൾ നമുക്ക് അത്രയും ഒരു ബുദ്ധിമുട്ട് വരില്ല. പിന്നെ ഓരോ മറ്റേ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൽ 2 സൂപ്പർവൈസറേ ഉള്ളായിരുന്നു. അപ്പം ഇപ്പം നമുക്ക് അത്രയും 10 പേര് അല്ലെങ്കിൽ 11 പേരുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ടെന്ന് കരുതുന്നു. സാറേ, നമ്മുടെ യൂസേഴ്സ് എന്യൂമറേറ്ററിന്റെ നമ്പർ നമുക്ക് കുഴപ്പമുണ്ടാകത്തില്ല അല്ലേ ഒരു വാർഡിന്? കാരണം അവർ 150 പേരുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ നമുക്കൊരു 70-75 പേര് ടീമാക്കിയിട്ട് പോകാനായിരിക്കുന്നത്. അതിനുള്ള ക്രിയേറ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ, രജിസ്റ്റർ ചെയ്യാനൊന്നും? ഇല്ല, നമ്മൾ അത് പ്രൊവിഷൻ ചെയ്തു. അപ്പോൾ ഒരു വാർഡിൽ 10 എന്നുള്ള നിലയിലേക്ക് നമ്മൾ പ്രൊവിഷൻ ചെയ്തു. അപ്പം നമുക്ക് 170 വരെയും ഓക്കെയാണ്. പിന്നെ നമ്മൾ വാർഡ് തലത്തിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അതായത് ഇന്ന ആൾക്ക് ഒരു ടെറിട്ടറി എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് സൂപ്പർവൈസറും എന്യൂമറേറ്റേഴ്സും കൂടെ ചേർന്നിട്ട് എടുക്കേണ്ട ഒരു ഡിസിഷൻ ആണല്ലോ. അപ്പോൾ ഏത് എന്യൂമറേറ്റർ ഏത് സൈഡിലേക്ക് പോകും എന്നൊക്കെയുള്ള രീതിയിൽ. പിന്നെ 10 പേരുള്ള സ്ഥിതിക്ക് നമുക്ക് അവർ ഒരു ടീമായിട്ട് 2 പേര് വീതം പോകുന്നതും സാധ്യമായിരിക്കും. സാറേ, ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യങ്ങൾ ആപ്പ് ബേസ്ഡ് ആയിട്ടൊന്നും ഇല്ല. ഞങ്ങളിപ്പോ ഫീൽഡ് തലത്തിൽ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്, ഇപ്പം ഒരു വാർഡില് 5 ടീമായിട്ട് പോവുകയാണെങ്കിൽ അത് എങ്ങനെ മിസ്സിംഗ് അല്ലാതെ അല്ലെ ഡ്യൂപ്ലിക്കേഷൻ വരാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. അത് ഇവിടെ മെമ്പർമാരായിട്ട് സംസാരിച്ചിട്ട് ചെയ്യാല്ലേ. ഒരു ഡെമോ ആപ്പ് നമുക്ക് കിട്ടുമോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ? ഞാനിപ്പോ സാറിന് ഈ ആപ്പിന്റെ APK സാറിന് വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പം അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഈ സൂപ്പർവൈസറുടെ ആക്ടിവിറ്റീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ദൂരീകരിക്കാനും സാധിക്കും. അപ്പോ പറഞ്ഞു ജന. സൂപ്പർവൈസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് അറിയിക്കണം. നമ്മളത് അഡ്മിൻ സൈഡ് ഒരു ഹൈ ലെവൽ യൂസർ ഉണ്ട്, അഡ്മിൻ അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ സൂപ്പർവൈസറിന് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മനസ്സിലായി. നമ്മൾ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് അറിയിക്കണം. ജീന അതോടൊന്ന് കാണിക്കോ, ആ ഒരു ഫ്ലോയും കൂടെ. അത് അഡ്മിൻ അതാണോ? ഇതാണോ? യൂസർ മാനേജ്മെന്റും കൂടെ യൂസർ മാനേജ്മെന്റും കൂടെ ഒന്ന്. യൂസർ മാനേജ്മെന്റ് ഇത് സർവേ സ്റ്റാറ്റസ് അവർ യൂസ് ചെയ്യോ? അല്ല, അത് മെയിൻലി നമുക്ക് ആ യൂസർ മാനേജ്മെന്റിൽ വരുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കുമല്ലോ, പാസ്വേഡ് റീസെറ്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഇതിലിപ്പോ ആരും ഇല്ല. ഓക്കെ. ഇപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞായിരുന്നല്ലോ, സൂപ്പർവൈസർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അഡ്മിൻ അത് അപ്രൂവ് ചെയ്യണമെന്ന്. അത് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ ഏതെങ്കിലും ഒരു സൂപ്പർവൈസർ രജിസ്റ്റർ ചെയ്താൽ അത് ഇവിടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ അപ്രൂവ് റിജക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതൊരു വെരിഫൈഡ് സൂപ്പർവൈസർ ആവത്തുള്ളൂ, അയാൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത്
വേറെ ഏതായിരുന്നു ഇതിന്റെ അകത്ത്? ലിസ്റ്റ് ഓൾ യൂസേഴ്സിൽ ഇത് ക്ലിക്ക് ചെയ്ത് ലിസ്റ്റ്. ഓക്കെ. ഇതിനകത്ത് വേറെ അഡ്മിൻ ലെവൽ 2 ആക്ഷനും കൂടെ വരും. ഒന്ന് പാസ്വേഡ് റീസെറ്റും പിന്നെ ലോഗിൻ ആയിട്ടുള്ള ആൾക്കാരെ ലോഗ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്മിൻ ലെവലിൽ നിന്ന് ആ സെക്ഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ, എന്തെങ്കിലും ഹാങ് ആവുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഇല്ല, എന്നാലും അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പാസ്വേഡ് റീസെറ്റും പിന്നെ ലോഗിൻ ആയിട്ടുള്ള ആരെങ്കിലും ലോഗ് ഔട്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ, സെക്ഷൻ ക്ലിയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതും അഡ്മിന്റെ 2 ആക്ഷനിൽ വരുന്നതാണ്. ഇത് നമുക്ക് ജില്ലാ ഓഫീസിൽ ഇപ്പൊ സാറിന് അല്ലെങ്കിൽ സാറിനോ ആർക്കെങ്കിലും ഒരു ലോഗിനും നമുക്ക് ഇത് വെച്ചിട്ട് തരാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ മാനേജ് ചെയ്യാനായിട്ട് നടക്കും. പിന്നെ രണ്ടാമത്തേത് ഇതിൽ നമുക്ക് കൗണ്ട് എത്ര സർവേകൾ നടന്നു എന്നുള്ള ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാൻ കൂടിയാണ്. ഓക്കെ, ഞങ്ങളെ ഡൗട്ട്, ഇപ്പൊ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്തു, ദിസ് ഫയൽ മേ ബി ഹാർംഫുൾ എന്ന് പറയുന്നത്, അത് ഓക്കെ കൊടുക്കാം അല്ലേ? കുഴപ്പമില്ലല്ലോ. അതെ അതെ, ഞങ്ങളെ വിശ്വസിക്കൂ എന്ന് മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. നമ്മൾ ക്രിപ്റ്റോ, ബ്ലോക്ക്, മണി ചെയിൻ അങ്ങനത്തെ യാതൊരുവിധ ഫങ്ഷനാലിറ്റി ഇതും ഇല്ല. അത് സൂപ്പർവൈസേഴ്സ് എല്ലാവർക്കും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സാർ മ്യൂട്ടാണേ. സാറേ, ഞങ്ങൾ ഇവിടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയപ്പോഴേ ഒരാൾക്ക് റെഡിയായി, മറ്റേ ആൾക്ക് നോട്ട് ഇൻസ്റ്റാൾ. അത് ഏത് സ്പേസിന്റെ പ്രശ്നമാണോ? സാറേ ഇങ്ങനെ കാണിക്കുന്നത്
ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഓക്കെ. അത് ഏത് ആൻഡ്രോയിഡ് വേർഷൻ ആണ്? ഏത് ഫോണാണെന്ന് പറയൂ സാറേ, ഇത് നോക്കാനായിട്ടാണ്. ഫോണിന്റെ പേര് ഇതാണ് ഫോണ്. സാംസങ്ങിന്റെ ഉണ്ട് ഒരെണ്ണം. ഓക്കെ. വിവോയുടെ ഒരെണ്ണം ഡൗൺലോഡ് ആയി. ഒപ്പോയുടെ ഇത് സാംസങ്ങിന്റെ ഒരെണ്ണം ഒരു ചെറിയ പ്രശ്നമുണ്ട്. ആൻഡ്രോയിഡിലാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ല, ആൻഡ്രോയിഡിലേ പറ്റുള്ളൂ. Okay. അതിൽ തന്നെ പക്ഷേ അപ്പം സാംസങ്ങും ഒപ്പോയും എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒന്ന് ആൻഡ്രോയിഡിന്റെ വേർഷൻ ഒന്ന് നോക്കുക. രണ്ടാമത് അതിൽ കാരണം ഓരോ മേക്കിനനുസരിച്ച് ഈ സെക്യൂരിറ്റി സെറ്റിങ്ങിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഏത് വേർഷൻ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം അതിന് എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം ചിലയിടത്ത് ഒരു 18-ാം തീയതി വന്ന് നോക്കിയാലും റെഡി ആവാൻ പറ്റൂല്ലേ? 18-ാം തീയതി. ഓക്കെ, എന്നാലും മതി. കാരണം പ്രശ്നം ഉണ്ടാവുമായിരിക്കും മിക്കവാറും. അതെ, അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു ഇൻസ്റ്റലേഷൻ ഈ ട്രബിൾ ഷൂട്ടിങ്ങിന് കുറച്ച് സമയം വേണ്ടി വരും. സാർ ഇപ്പൊ ഇഷ്യൂ വന്നതൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിപ്പോ ഈ ടൈമിനകത്ത് നോക്കാമല്ലോ, 18-നകത്ത്. അപ്പൊ അതിന് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണ്ടത്? ഫോൺ മേക്ക്, ആൻഡ്രോയിഡ് വേർഷൻ, പിന്നെ ഇഷ്യൂ എന്താണ് അതിന്റെ മെസ്സേജ് വന്നതെന്നുള്ളത്, അത്രയും കാര്യങ്ങളെ. ഒരു 3 വർഷത്തിനുള്ളിലുള്ള ഫോണുകളിലെല്ലാം ഉറപ്പായിട്ടും വർക്ക് ചെയ്യും. ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ്. 12. ആൻഡ്രോയിഡ് വേർഷൻ 12 ആണ് സാംസങ്. സാംസങ്. അപ്പം അത് വർക്ക് ചെയ്യേണ്ടതാണ്. അതിന്റെ പ്രശ്നം വരാൻ വഴിയില്ല. കാരണം നമ്മളന്നൊരു 10-ഉം 9-ഉം വരെ നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നു തോന്നുന്നു. ഓക്കെ. വേറെ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഇല്ല. എന്റെ ആൻഡ്രോയിഡ് വേർഷൻ 15 ആണ്. എന്റെ വർക്ക് ആവുന്നുണ്ട് കേട്ടോ രാജേഷ്. ഓക്കെ സാർ, അപ്പൊ അതില് ഒന്ന് സെറ്റിങ്സിൽ പോവുക. ജസ്റ്റ് എല്ലാരും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. സെറ്റിങ്സില് ആപ്ലിക്കേഷൻസ്, ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ്. അതില് സ്പെഷ്യൽ ആക്സസ് ആൻഡ് സെലക്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്ലിക്കേഷൻ. ഈ ആപ്പിന്റെ ഇതിനകത്ത് പോയിട്ട് ഏത് ഓപ്ഷൻ ഒക്കെ ഉണ്ട്? സ്പെഷ്യൽ ആക്സസ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ സ്പെഷ്യൽ ആപ്പ് ആക്സസ്. ഓക്കെ, അങ്ങനെയുണ്ട്. അതില് ഇൻസ്റ്റാൾ അൺനോൺ ആപ്ലിക്കേഷൻസ്. ഇൻസ്റ്റാൾ. ഓക്കെ. അത് നമുക്ക് അവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യത്തില്ലേ അവിടെ? അതെ. അല്ലെ, കാരണം നമുക്ക് അവിടെ ഈ 150 പേരാകുമ്പോ നമുക്ക് ഓരോരുത്തരെയും അറ്റൻഡ് ചെയ്യാൻ ഇച്ചിരി ഒരു ഇത് ഉണ്ടാവുമല്ലോ. അപ്പോ കുറച്ചു പേരെങ്കിലും നമ്മൾ ഓൾറെഡി ഇത് പരിചയം ഉണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സപ്പോർട്ട് കൊടുക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം അന്നേരം എല്ലാരും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പേഴ്സണലി അറ്റൻഡ് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ഇവര് കുട്ടികളാകുമ്പോൾ അവർ മിക്കവാറും ഓൾറെഡി പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടാവും ഫോണിലൊക്കെ. സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നായിരിക്കും ചില സ്പെഷ്യൽ ആപ്പ് ആക്സസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. സെറ്റിംഗ്സിൽ ആപ്പിൽ പറഞ്ഞൊരു ഓപ്ഷൻ. സാർ ഇൻസ്റ്റാൾ ആയില്ല, കുഴപ്പമില്ല. ഇൻസ്റ്റാൾ ആവാത്ത കേസിൽ അങ്ങനെ ചെയ്യേണ്ടത്.
നമുക്ക് എന്തായാലും എക്സെപ്റ്റ് ആവല്ലേ? കുഴപ്പമില്ലല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. എന്നാ സാറേ താങ്ക് യു. ഞങ്ങള് എന്തായാലും 18-ാം തീയതി കാണാം. അതെ അതെ 10 മണി എന്നാ പറഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പം വേറെ ഒന്നുമില്ല സാറേ. എന്നാ താങ്ക് യു. ശരി ശരി സാർ. അപ്പൊ എന്തായാലും ജീന മാഡം താങ്ക് യു. താങ്ക് യു. ആ താങ്ക് യു. 18-ാം തീയതി കാണാം. ആ ഓക്കെ ശരി. ഓക്കെ താങ്ക് യു. ബൈ.